അവർണ്ണനീയമായ മനുഷ്യസ്നേഹം മൂലം ഭൂമിയിൽ ഇസ്രായേലാകുന്ന ആത്മീയ മുന്തിരിത്തോട്ടത്തെ നീ നട്ടുണ്ടാക്കി. മോശയുടെ ന്യായപ്രമാണമാകുന്ന വേലി അതിന് ചുറ്റും കെട്ടി. ന്യായപ്രമാണ ബലികളെ പൂർണ്ണമാക്കുന്ന അഹറോന്യ ആചാര്യസ്ഥാനമാകുന്ന ചക്കിനെ അതിൽ സ്ഥാപിക്കുകയും ചെയ്തു. രഹസ്യകാര്യങ്ങളെ കാണുന്ന ദീർഘദർശനമാകുന്ന ഉയർന്ന ഗോപുരം അതിൽ നീ പണിതു. ഉപദേശങ്ങളാൽ അതിനെ സംരക്ഷിക്കാൻ ആചാര്യന്മാരായ വേലക്കാരെ ഭരമേൽപ്പിച്ചു. എന്നാൽ വിളവ് കാലമെടുത്തപ്പോൾ ആത്മീയ ഫലങ്ങളെ ശേഖരിച്ച് സമർപ്പിപ്പാനായി പ്രവാചകന്മാരെ തോട്ടക്കാരുടെ അടുക്കലേക്ക് നീ അയച്ചു. എന്നാൽ നീ ഏൽപ്പിച്ച തോട്ടക്കാർ അവരെ പിടിച്ചടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. പിന്നെയും മുമ്പിലത്തേക്കാൾ അധികം ദാസന്മാരെ നീ അയച്ചു. അവരോടും അവർ അപ്രകാരം ചെയ്തു. എന്നാൽ നിന്റെ വാത്സല്യപുത്രനെ കണ്ട് ലജ്ജിപ്പാനും അവൻ മുഖാന്തരം ഫലങ്ങളെ സമർപ്പിപ്പാനുമായി ഒടുവിൽ അവരുടെ അടുക്കിലേക്ക് നിന്റെ മകനെ നീ അയച്ചു. ഇവൻ അവകാശിയെന്ന് അവർ ഗ്രഹിച്ച ശേഷം അവർ അവനെ പിടിച്ച തോട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുകയും കൊല്ലുകയും കബറിലടയ്ക്കുന്നതിനായി ഏൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇസ്രായേലാകുന്ന ശപിക്കപ്പെട്ട തോട്ടം നല്ല മുന്തിരിപ്പഴങ്ങൾക്ക് പകരം ചീത്തയും നിന്ദ്യവുമായ നടപടികളാകുന്ന കാട്ടുമുന്തിരിങ്ങകൾക്ക് അയച്ചു. തന്മൂലം നീ അതിനെ നശിപ്പിച്ചു, അതിൻ്റെ വേലി പൊളിച്ചു. അതിനു പകരം വിജാതീയരിൽ നിന്നുള്ള വിശുദ്ധ സഭയായി മഹത്വമുള്ള മുന്തിരിയെ നീ തിരഞ്ഞെടുത്ത് നട്ടു. സുവിശേഷ പ്രമാണമാകുന്ന വേലി അതിന് ചുറ്റും കെട്ടി. ആചാര്യസ്ഥാനത്താൽ അതിനെ അലങ്കരിച്ചു. ഉന്നത ഗോപുരമാകുന്ന സ്ലീബായാൽ അതിനെ ഉറപ്പിച്ചു. ശ്ലീഹന്മാരും ഇടയന്മാരും അറിയിപ്പുകാരും മൽപ്പാന്മാരുമായ ഉത്തമ തോട്ടക്കാർ മൂലം നിന്റെ ദൈവത്വത്തിന് അനുരൂപങ്ങളായ ആത്മീയ ഫലങ്ങളെ സമർപ്പിപ്പാൻ അതവരെ ഏൽപ്പിച്ചു. ദൈവമേ, നീ പ്രതീക്ഷിക്കുന്ന ആത്മഫലങ്ങളെ നിനക്കായി സമർപ്പിപ്പാൻ